ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഓണത്തിന് 10 ദിവസവും അത്തപ്പൂക്കളം ഇടണമെന്നൊക്കെ ആഗ്രഹിച്ച വ്യക്തിയാണ് കഴിഞ്ഞ വർഷം മുതൽ. പക്ഷേ നടന്നിട്ടില്ല. അങ്ങനെ അവസാനം 3 ദിവസത്തെ അത്തപ്പൂവാണ് ഞാൻ ഇടുന്നത്. അതായത് പൂരാടം, ഉത്രാടം, പിന്നെ തിരുവോണം. ഇത് ഇന്നലെ അതായത് പൂരാടത്തിന് ഇട്ട അത്തപ്പൂക്കളമാണ് ഞാൻ രാവിലെ എല്ലാം മാറ്റിയിട്ട് പുതിയതായിട്ട് ഇന്ന് ഉത്രാടത്തിന് പൂക്കളം ഇടാൻ പോവുകയാണ് കേട്ടോ. ഇച്ചിരിയും പൂക്കളേ ഉള്ളൂ. ഉള്ള പൂ വെച്ച് നമ്മുടെ മുറ്റമല്ല കേട്ടോ, സിറ്റ് ഔട്ടിലാണ് ഇടുന്നത്. മുറ്റത്ത് ഇടാനുള്ള ഒരു സാഹചര്യം ഇല്ല. മഴയും പിന്നെ കാറ്റ്, നല്ല ശക്തമായ കാറ്റുമാണ് കേട്ടോ. എൻ്റെ പൂക്കളം ഞാൻ അവിടെ കൊണ്ട് വെച്ചെങ്കിൽ 2 മിനിറ്റിൽ എല്ലാം കൂടെ പറന്നടിച്ച് പോവും. അതുകൊണ്ട് ഞാൻ സിറ്റ് ഔട്ടിൽ പൂക്കളം ഇടുവാണ് കേട്ടോ. ഉള്ള പൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുവാണേ. പിന്നെ ഇവിടെ ഇതുവരെയും കുട്ടികൾക്ക് ലീവ് ഒന്നും ആയിട്ടില്ല. മോൻ ഇന്നും പഠിത്തമുണ്ട്. അവനെ രാവിലെ സ്കൂളിൽ അയച്ചിട്ടുണ്ട്. ചോറും കറികളും എല്ലാം വെച്ച് അവനെ സ്കൂളിൽ അയച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ അത്തപ്പൂക്കളം ഇടുന്നത്. കാരണം രാവിലെ വന്ന് പൂക്കളം ഇട്ടുകൊണ്ടിരിക്കാനുള്ള സമയമില്ല, അടുക്കളപ്പണിയാണ്. അങ്ങനെ കുഞ്ഞിനെ സ്കൂളിൽ വിട്ടിട്ടാണ് ഇന്നലെയും അത്തപ്പൂക്കളം ഇട്ട്. അപ്പോഴത്തേക്ക് വൈകുന്നേരം വന്ന് എന്നോട് പിണക്കമായിരുന്നു, മോനില്ലാതെ അമ്മ തന്നെ അത്തപ്പൂക്കളം ഇട്ടോ, മോൻ ഇടത്തില്ലയോ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ട്. തിരുവോണത്തിൻ്റെ അന്ന് കുഞ്ഞിനും കൂടെ ചേർത്തിടാം, നമുക്ക് ഒരുമിച്ച് ഇടാമെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തിരുവോണത്തിന് ഒരു ദിവസം ഇവിടെ തമിഴ്നാട്ടിൽ, അതായത് എല്ലായിടത്തും അല്ല, കന്യാകുമാരി ജില്ലയ്ക്ക് ഒരു ദിവസം ഞങ്ങൾക്ക് തിരുവോണത്തിന് അവധിയുണ്ട്. അല്ലാതെ 10 ദിവസമൊന്നും അവധി കിട്ടാറില്ല. പിന്നെ ചില സ്കൂളുകളിൽ, അതായത് ഒത്തിരി ടീച്ചേഴ്സ് കേരളത്തിൽ നിന്ന് വന്ന് പഠിപ്പിക്കുന്ന അങ്ങനത്തെ ചില സ്കൂളുകളിൽ ഒരു 5 ദിവസം അവധിയുണ്ട് കേട്ടോ ഇവിടെ തിരുവോണത്തോടനുബന്ധിച്ച്. ബാക്കി എല്ലാ സ്കൂളുകളും ഈ ഒറ്റ ദിവസത്തെ അവധിയേ ഉള്ളൂ. പിന്നെ ഈ ക്വാർട്ടർലി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 10 ദിവസത്തെ അവധി ഇവർക്ക് കിട്ടും. അതാകുമ്പോഴത്തേക്ക് ഈ മാസം അവസാനമൊക്കെ കഴിയും കേട്ടോ. പിന്നെ ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ 10 ദിവസം അവധി ഉണ്ടായിരുന്നു. ഈ കന്യാകുമാരി ജില്ലയിൽ ഞങ്ങൾക്ക് ഓണത്തോട് ചേർന്ന് 10 ദിവസം അവധി ഉണ്ടായിരുന്നു ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ പല ക്ലബ്ബുകളും ഉണ്ട്. ക്ലബ്ബുകളിൽ പ്രോഗ്രാമുകളെല്ലാം വെക്കും. തിരുവോണത്തിൻ്റെ അന്നാണെങ്കിലും ആ 10 ദിവസത്തിൽ ഏതെങ്കിലുമൊക്കെ ദിവസം ഒരുപാട് പ്രോഗ്രാംസ് കാണും. വടംവലി, കസേര ചുറ്റ്, ഷോട്ട് പുട്ട്, പാട്ട് മത്സരം തുടങ്ങി ഒരുപാട് മത്സരങ്ങൾ കാണും. ഞങ്ങളെല്ലാം എപ്പോഴും ഓടിപ്പോയി. ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അയൽവക്കക്കാർ, നാട്ടുകാരെല്ലാം ഫ്രണ്ട്സാണ് അന്നത്തെ കാലത്ത്. ഇപ്പോഴാണ് നമ്മൾ പിള്ളേരെ ഒന്നും പുറത്തോട്ടൊന്നും വിടാത്തവർക്ക് അയൽവക്കത്ത് ആരാ താമസിക്കുന്നതെന്ന് പോലും അറിയാത്ത ഒരു കണ്ടീഷനാണ് ഇപ്പോഴ്. അതുപോലെ ഇപ്പോഴേ ക്ലബ്ബുകളിൽ അങ്ങനെ പരിപാടികളൊന്നുമില്ല. അന്നത്തെ കാലത്ത് അതിപ്പോൾ ഓർത്തെടുക്കുമ്പം തന്നെ എന്തോരം സന്തോഷം. നിങ്ങൾക്കും ഇതുപോലത്തെയൊക്കെ ഓർമ്മകൾ കാണുമല്ലേ? ഇങ്ങനെ ഓരോ കാലങ്ങൾ കഴിയും തോറും നമ്മുടെ ജീവിത ശൈലിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലേ. എന്തായാലും നമ്മുടെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് അത് അത്രയ്ക്കും വണ്ടർഫുള്ളായിരുന്നു. അതാലോചിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒന്നുമില്ല. അവർക്ക് ഓർത്തെടുക്കാനായിട്ട് ആകപ്പാടെ മൊബൈലും ടി വി അല്ലാതെ അവർക്ക് ഓർത്തെടുക്കാൻ ഒരു നല്ലൊരു കുട്ടിക്കാലമേ ഇല്ല. അതാലോചിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് വിഷമം തോന്നാറുണ്ട്. അത് കാരണം ഞാൻ മാക്സിമം വീട്ടിൽ വെച്ച് അവന് ഈ പ്രായത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ മാക്സിമം അവന് കൊടുക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഈ ഞാൻ തന്നെ അത്തപ്പൂക്കളം ഇടുന്നത് നമ്മുടെ വീട്ടിലുള്ള അല്ലാതെ വേറെ ഒറ്റ മനുഷ്യരിത് കാണത്തില്ല. പിന്നെ ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്നത്. എന്നാൽ കൂടെ ഞാൻ ഈ ഫേസ്ബുക്ക് ഒന്നും പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് തന്നെയാണെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് അത്തപ്പൂക്കളം ഇടുകയും ക്രിബ് ഉണ്ടാക്കുകയും ക്രിസ്മസിന് അങ്ങനെ എല്ലാ പരിപാടികളും ചെയ്യും. അത് വേറെ ഒന്നും കൊണ്ടല്ല, മോനൊരു സന്തോഷത്തിനും അവനൊരു ഓർമ്മയ്ക്കും വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ എൻ്റെ അത്തപ്പൂക്കളം എങ്ങനെയുണ്ട്? എല്ലാവർക്കും എൻ്റെ ഉത്രാട ദിനാശംസകൾ.